ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. വേണ്ട, അടുത്തു വരണ്ട. കാർന്നോരെ കുത്തും. കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരന് ബാസുരിയുടെ ഭർത്താവ്. എന്നോട് വേണ്ട, കളിക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു. അടുക്കരുത്. കാർന്നോരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ അമ്മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ തമ്പിളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പിളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനംകുട്ടി. ഇന്ന് വിടാൻ കുട്ടി ആരാത്? എടാ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ മറ്റു കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിരുന്നോ? അയ്യോ വിടുവിട്. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്. പറയുന്നത് വിടാൻ പറഞ്ഞ വിട്ടു. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിന്റെ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പന. ഏ ചിറ്റപ്പന? അതെ, സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ചെന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. സാരമില്ല. ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഭ്രാന്തിന്റെ നകുലംകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഈ ഭ്രാന്തനോട് അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല. ഞാനിപ്പോ മഹേന്ദ്ര ജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോ അതിന് വലിയ സ്കോപ്പ്. സ്വാമിയേ ശരണയ്യപ്പ. എന്റെ സണ്ണി, സത്യം പറ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈറ്റ് വെച്ച്. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യന്റ്? ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യ, ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്. തുടർന്ന് ഞാനും ജോയിച്ചാനും കൂടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹരസുതനയ്യപ്പ സ്വാമിയേ. അവിടെ നിന്ന് നേരെ കോട്ടയത്ത് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിയിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ. നീ പറഞ്ഞ പേഷ്യന്റ്. അയ്യോ, അതെന്റെ അമ്മാവനാ. എന്താവാൻ? ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഒരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ? താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങും. നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്കാ. ഇനി ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല.
മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോലെടുക്കാൻ മറന്നിരിക്കണു. ഛേ, ആരാ? ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. സാധനം എടുത്തോ? ഇല്ല. താൻ എങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങ് എടുത്തേക്കാം. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ? കൊള്ളാം. എനിക്കോ? നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ. പക്ഷെ കിടന്നോ? അത് ഈ ചൂടിന്റെയാ. സംഗതി ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കാരന്റെ എന്തിന്? അല്ല, വേണമെന്നില്ല. നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാടമ്പിള്ളിയിലെ താക്കോല്? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻ കുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ, നിങ്ങൾ നടക്കണേ ദാസപ്പൻ കുട്ടി. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നിനക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ, ഈ രാത്രിയിലോ? തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്? ദാസപ്പൻ കുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ആരേത് തുറന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക. വേറെ ആരുമില്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 തകട് പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ ഈ തകട് അത്ര മോശമൊന്നല്ല. മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ 4 മൂലയ്ക്ക് അങ്ങോട്ട് സ്ഥാപിക്കുക. എനിക്കിപ്പൊ കക്കൂസി പോണം. എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിത്താൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്. ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. എന്താ എന്താ പറ്റി? പാത്രു ചേച്ചി, പാത്രു ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ടൻ ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? എന്നോടോ? ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖമോ? എന്താ? എന്തു പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ.
അല്ലാതെ വേറെ ഏനക്കിടൊന്നുമില്ല. മിണ്ടുന്നില്ലേ? ആ. എനിക്കൊന്ന് കാണണമല്ലോ. എവിടാ? വല്ല ആശുപത്രിയിലും ആണോ? അല്ല, കക്കൂസില. കക്കൂസിലോ? പേടിക്കാനൊന്നുമില്ല, വന്നേ. ഛോ, എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. ആ, പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ? അയ്യോ അയ്യോ, എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? കണ്ടോ കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്. ചെമ്പക്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ചളി ചോദിച്ചോണ്ട് വരട്ടെ. ദാസപ്പ ഒന്ന് നോക്കിക്കോണേ. ഇവിടെ ചരടൊന്നും വേണ്ട, ചരടൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി.